പെറ്റമ്മയെക്കുറിച്ച് ഓർക്കാൻ പറയുമ്പോൾ എത്ര തിരക്കുകൾക്കിടയിലാണെങ്കിലും ആർക്കാണ് ഓർക്കാൻ സാധിക്കാത്തത്? അമ്മയെക്കുറിച്ചുള്ള സ്നേഹസമ്പൂർണമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ടെലിവിഷൻ സിനിമാ താരമായ മനു നായർ. കാണുക, കേൾക്കുക, എൻ്റെ അമ്മ. എൻ്റെ അമ്മ. അമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡെഫിനിഷനില്ല, അതിന് നിർവചനമില്ല. അതിങ്ങനെ കടൽ മാതിരിയാണത്. നമുക്കെല്ലാവർക്കും അറിയാം. അത്രത്തോളം നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിത്വമാണ് അമ്മ എന്ന് പറയുന്നത്, അച്ഛൻ എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് രണ്ടുപേരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ അവർ ജീവിക്കുന്നു. അപ്പോൾ അമ്മയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് വാത്സല്യവും അല്ലെങ്കിൽ വാത്സല്യത്തിൻ്റെ മുലപ്പാൽ തന്ന് നമ്മുടെ അമ്മയുടെ താരാട്ടാണ് നമ്മളുടെ മനസ്സിലെ സംഗീതമായി പിന്നീട് വളരുന്നതും മറ്റുമൊക്കെ. എൻ്റെ അമ്മയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. അമ്മച്ചിക്ക് മക്കളെന്ന് പറഞ്ഞാലും മരുമക്കളെയും ഭയങ്കര സ്നേഹമാണ്. ഈ പ്രകടിപ്പിക്കാൻ അറിയാൻ പറ്റാത്ത ചില സ്നേഹങ്ങളുണ്ടല്ലോ. അമ്മച്ചി അതുപോലത്തെ ഒരാളാണ്. അമ്മച്ചിക്ക് പ്രകടിപ്പിക്കാൻ അറിഞ്ഞൂടെ, മോനെ മോനെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയില്ല. പക്ഷേ ഭയങ്കര സ്നേഹം ഉള്ളിലുണ്ട്. ഞങ്ങളോടുള്ള പെരുമാറ്റവും എന്ത് കാര്യത്തിലും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അമ്മച്ചിയുടെ. അപ്പോൾ ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ പ്രകടനം എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യം വരുന്നൊരു സാധനമല്ല. എന്നാലും ഇത്തിരി ആവശ്യമാണത്, വേണ്ട സംഭവം തന്നെയാണ്. പക്ഷെ എന്നാലും അമ്മച്ചിയുടെ സ്നേഹങ്ങൾ, ഇപ്പോൾ രണ്ടമ്മമാരുടെ സ്നേഹങ്ങളും ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം അവർക്ക് ഞങ്ങളോടുള്ള സ്നേഹം, ഞങ്ങളോടുള്ള കരുതൽ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ മനസ്സിൻ്റെ പ്രാർത്ഥന, അതൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു സന്തോഷത്തോടെ നമുക്കിപ്പോൾ ദൈവം തന്നിരിക്കുന്നതൊക്കെ എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ച് നമുക്കിവിടെ ജീവിക്കാൻ കഴിയുന്നത് തന്നെ അവരുടെയൊക്കെ നല്ല മനസ്സിൻ്റെ പുണ്യം കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ അമ്മച്ചിയും ഇതുപോലെ ഇപ്പോൾ അവരില്ല, അവർ പറവൂരാണ്, എൻ്റെ വീട്ടിലാണ്, തറവാട്ടിലാണ്. ഞങ്ങളിപ്പോൾ ഇടയ്ക്ക് അവിടെ പോവും, വർക്കില്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടെ പോയിട്ട് ഞങ്ങളവിടെ താമസിക്കും. വളരെ സന്തോഷത്തോടെയാണ് പോയി താമസിക്കുന്നത്. പിരിയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഈ ജോലി ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ വളരെ കുട്ടിക്കാലം മുതലേ ആ ഒരു സ്നേഹവും ഇതെല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രകടനം കുറവുണ്ട്, അത് എടുത്തു പറയണം. പിന്നെ ഡാഡിയും വളരെ കെയറിങ്ങാണ് അമ്മച്ചി. അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അച്ഛൻ, എനിക്ക് തോന്നുന്ന അമ്മയേക്കാൾ കൂടുതൽ എന്നെ വാത്സല്യം എന്നോട് കാണിച്ചിട്ടുള്ളത് അച്ഛനാണ്. എന്ന് വെച്ച് സ്നേഹം എന്നുള്ള ഞാൻ പറയണത് ഈ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പണ്ട് സാധാരണ നമ്മൾ അമ്മ സത്യം എന്നൊക്കെയാണ് പറയണത്. പക്ഷെ ഞങ്ങൾ 3 മക്കളും പറഞ്ഞിരുന്നത് ഡാഡി സത്യം എന്നാണ്. അത് അമ്മച്ചി തന്നെ ഞങ്ങളോട് പറയും, ഡാഡി സത്യമായിട്ട് പറയാമെന്നൊക്കെ പറയും. അപ്പോൾ അത്രത്തോളം ഡാഡിയുടെ പ്രകടനങ്ങൾ അങ്ങനെയായിരുന്നു. കാരണം ആ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാവുന്നൊരു വ്യക്തിയായിരുന്നു ഡാഡിക്ക്. ഇപ്പോഴും ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഞങ്ങളിപ്പോൾ ഈ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞങ്ങൾ രണ്ടും ഇൻ്റർകാസ്റ്റ് മാരേജാണ്. ഇൻ്റർകാസ്റ്റ് മാരേജ് ഒന്നും ഒരിക്കലും ഒരു കുടുംബത്തിലും അഡ്മിറ്റ് ചെയ്യില്ല സന്തോഷത്തോടു കൂടി, പൊതുവെ നമ്മൾ കണ്ടേക്കണത്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയൊരു സമ്പത്തെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ, അവർക്ക് ഞങ്ങളുടെ മനസ്സിനെ തൊട്ടറിയാൻ പറ്റി. ഞങ്ങൾ സ്നേഹമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ദീനയുടെ അപ്പനും അമ്മയും, അന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, അവർ അതിന് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആത്മാർത്ഥത മനസ്സിലാക്കിയിട്ട് അവരൊരിക്കലും അതിനെതിര് പറഞ്ഞില്ല. അവരെതിര് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വിവാഹം നടക്കുമായിരുന്നില്ല, ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമായിരുന്നില്ല. കാരണം അപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുള്ളൂ, അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നമുക്കൊരു ജീവിതം വേണ്ട, അത് ശാശ്വതമല്ല ഒരിക്കലും. അത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ അത്രത്തോളം, നമുക്കൊരു കുഞ്ഞുണ്ടായപ്പോഴാണ് നമ്മളുടെ വില, നമുക്ക് ആ കുഞ്ഞിന് നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു എന്നുള്ളത് അറിയുമ്പോഴാണ് നമുക്ക് അച്ഛൻ്റെ അമ്മയുടെയും വില എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരിക്കലും അവരുടെ ഹൃദയം നമ്മൾ പൊട്ടിച്ച്, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വീഴ്ത്തി നമ്മളുടെ സുഖം തേടി പോവുക എന്നുള്ളത് ഒരു മക്കളും ചെയ്യരുത്. അവരെ നമ്മൾ കഴിയാവുന്നിടത്തോളം സ്നേഹിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്ത് അവർക്ക് എല്ലാവിധ സംതൃപ്തിയോടും കൂടി ജീവിതത്തിലിരുത്തുമ്പോഴാണ് ദൈവം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുതന്നെ ഞങ്ങളുടെ മകനും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പാഠമാണത്. അവൻ അതുപോലെ തിരിച്ച് ഞങ്ങൾക്ക് തരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛൻ അമ്മ എന്ന് പറയുന്നത്
നമുക്ക് ദൈവമാണ്. ഒന്നുമില്ലെങ്കിൽ ദൈവത്തിനേക്കാൾ മുകളിലാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. ഒരിക്കലും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ സന്തോഷം സംതൃപ്തി എല്ലാം ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ മനസ്സിൻ്റെ സന്തോഷമാണ്, ഞങ്ങൾക്കുള്ള അനുഗ്രഹമാണെന്ന് അടിയുറച്ച് വിശ്വസിക്കാം. തീർച്ചയായിട്ടും എല്ലാ അച്ഛനമ്മമാർക്കും എൻ്റെ പ്രണാമം.